പോറോത്തും ബ്രിക്കിൽ വർക്ക് ചെയ്യുന്നത് ലാഭമോ നഷ്ടമോ? സാധാരണ ബ്രിക്കുകൾ കൊണ്ട് പണിയുമ്പോൾ നമുക്ക് ബ്രിക്കിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം അതിനെ കട്ട് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ ബ്രിക്ക് തേക്കുന്നില്ല. ഇപ്പോൾ പോറോത്തും ബ്രിക്ക് തന്നെ തേച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ കട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്യുക. ഇവിടെ നമ്മൾ തേക്കാത്തത് കൊണ്ട് അതിൻ്റെ ഓരോ ബ്രിക്കിൻ്റെയും ഓരോ സ്റ്റേജ് അനുസരിച്ച് തന്നെ നമ്മുടെ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ അത് ഫിനിഷ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതോടൊപ്പം ബോക്സും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്ത് പോയി. അപ്പോൾ ബ്രിക്കിൻ്റെ വർക്ക് കഴിയുന്നതോട് കൂടി തന്നെ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ഒരു പകുതി വർക്ക് ഫിനിഷായി. പോറോത്തും ബ്രിക്സിൽ നമ്മൾ വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ സിമെൻറ്റിൻ്റെയും അതുപോലെ എംസാൻഡിൻ്റെയും, നമ്മളിപ്പോൾ എംസാൻഡാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എംസാൻഡിൻ്റെ ഉപയോഗം നമുക്ക് സാധാരണ വീട് പണിയിൽ നിന്നും ഒരു 1/3 മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ബാത്റൂം, അതുപോലെ തന്നെ കിച്ചൻ്റെ, അതുപോലെ തന്നെ ഔട്ട് സൈഡ് കുറച്ച് ഹൈറ്റിൽ ചിലപ്പോൾ തേക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്താൽ കൂടി നമുക്ക് ഒരു സാധാരണ വീട് പണിയിൽ നിന്നൊരു 1/3 മാത്രമേ നമുക്കിതിൻ്റെ ചിലവ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബ്രിക്കിൻ്റെ പൈസ കൂടുതലാണെന്നുള്ള ധാരണ ആൾക്കാർക്ക് ഉണ്ട്. കാരണം ഒരു ബ്രിക്കിന് നമുക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു 80, 70, 75 രൂപ ആ റേഞ്ച് വരും. അത് ട്രാൻസ്പോർട്ടേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അനുസരിച്ച് ബ്രിക്കിന് പല സ്ഥലത്തും നമുക്ക് വില വരും. അതുപോലെ തന്നെ ലോഡിങ് അൺലോഡിങ് വരും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് ബ്രിക്കിൻ്റെ ഓരോ ബ്രിക്കിനനുസരിച്ച് നമുക്ക് അനുഭവത്തിൽ വിലയിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബ്രിക്കിന് നമ്മൾ എത്രത്തോളം പൈസ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമുക്കതിൽ എത്രയും ലാഭമുണ്ട്.